Hi all, welcome to Lethologica. ഇന്ന് നമ്മൾ മറ്റൊരു അൺബോക്സിംഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. വിവോയുടെ ബഡ്ജറ്റ് ഫോണായ Y50. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് ഒരു 18K റേഞ്ചിൽ വരുന്ന ഒരു മൊബൈൽ ഫോണാണ്. ഇതിൽ അവർ നമുക്ക് 8GB റാമും അതുപോലെ തന്നെ 128GB ഇന്റേണലുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ Y50 എന്ന് പറഞ്ഞ മോഡലിൽ 5000 mAh ആണ് ബാറ്ററി നമുക്ക് തന്നിരിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ ഒരു ദിവസം ഫുള്ള് നമുക്ക് ബാറ്ററി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ 128GB ഇന്റേണൽ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേ ഫിലിംസും അതുപോലെ തന്നെ വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. 8GB റാം എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം കുറേ ആപ്ലിക്കേഷൻ നമുക്ക് ഹാങ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു IPL സിമ്പിൾ ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ IPL ടൈറ്റിൽ സ്പോൺസർ വിവോ ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ FHD+ എന്ന് പറയുമ്പോൾ ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഇതൊരു IPS LCD ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ പിക്സൽ റേറ്റ് എന്ന് പറയുമ്പോൾ 1080x2400 ആണ്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ Qualcomm Snapdragon 665 ആണ്. അത് 2019 തുടക്കത്തിൽ ഇറങ്ങിയതാണ്. അതൊരു മിഡ് റേഞ്ച് പ്രൊസസ്സറാണ്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അത് ഇന്ത്യയിലാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇതിൻ്റെ പാരന്റ് കമ്പനി ചൈന ആയതുകൊണ്ട് കുറേ ബാഡ് റിവ്യൂസ് നമ്മൾ കണ്ടായിരുന്നു. അത് ചൈന ആയതുകൊണ്ടായിരിക്കാം. അതിനെപ്പറ്റി ഞാൻ ഇവിടെ ഒന്നും പറയില്ല, കാരണം ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അവർ ബോക്സിനകത്ത് വേറൊരു ബോക്സാണ് തന്നിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യം. അതൊരു പൗച്ചാണ്. ഇനി അവർ ഫോണാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫോൺ നമുക്ക് പിന്നെ നോക്കാം. അതിൻ്റെ അടിയിൽ ഇത് മാനുവൽ ബുക്കാണ്, വിവോയുടെ മാനുവൽ ബുക്കാണ്. ചാർജറും പിന്നെ 3.5mm ഒരു ഹെഡ്സെറ്റുമാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ മൊബൈൽ ഫോണും പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് ചാർജറും അഡാപ്റ്ററും സെപ്പറേറ്റ് ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇതൊരു 5V 2A ഒരു ചാർജറാണ്. ഫാസ്റ്റ് ചാർജറാണെന്നാണ് പറയുന്നത്. ബട്ട് റിവ്യൂ നോക്കിയപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് ഫാസ്റ്റ് ചാർജർ അല്ല, ഫാസ്റ്റ് ചാർജറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന്. നമ്മളിത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. യൂസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. നമുക്കിനി ഫോൺ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്, കയ്യിൽ ഒതുങ്ങുന്നുണ്ട്, ഹാൻഡിയുമാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഐറിഷ് ബ്ലൂ, നല്ല ഗ്ലേസിംഗ് ആണ്, മാറുമ്പോൾ കളർ ചേഞ്ച് ആവുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ 4 ക്യാമറയാണ് നമുക്ക് തന്നിരിക്കുന്നത്. വൈഡ്, അൾട്രാ വൈഡ്, മാക്രോ, അതുപോലെ തന്നെ ഡെപ്തും. ബട്ട് ബാക്കിയുള്ള ഈ ഒരു റേറ്റിൽ ബാക്കിയുള്ള ഫോണൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 48 MB ആണ് അവർ ക്യാമറ ഒക്കെ കൊടുക്കുന്നത്. ബട്ട് ഇതിൽ വെറും 13 MB തന്നിട്ടുള്ളൂ. മാത്രമല്ല നമ്മൾ പിക്ചർ എടുത്ത് നോക്കിയതാണ്, ബട്ട് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഇതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ 4 ടൈപ്പാണ്: പിൻ, പാറ്റേൺ, ഫിംഗർ പ്രിൻറ്റ് ആൻഡ് ഫേസ് ലോക്ക്. ഫിംഗർ പ്രിൻറ്റ് കറക്റ്റ് ഇതേ ബാക്കിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഭയങ്കര കംഫർട്ടബിളായിട്ട് പെട്ടെന്ന് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഗെയിമിംഗ് മോഡ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ നമുക്ക് ഇതിലുണ്ട്. അത് ഓപ്പണാക്കി കളിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. ബട്ട് ഞാൻ ഒരു റിവ്യൂ കണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല, PUBG കളിക്കുന്നവർക്ക് അതോ അൾട്രാ HD ആയിട്ടൊന്നും കളിക്കാൻ പറ്റുന്നില്ല. ബട്ട് ഈ ഒരു റേറ്റിൽ വരുന്ന ഫോണിൽ അൾട്രാ HDയും HD ഒക്കെ ഇട്ട് കളിക്കണമെന്ന് പറയണത് അതത്ര. ഇതിൻ്റെ സെറ്റിംഗ് ഒക്കെ നമ്മളിപ്പോൾ നോക്കിയതാണ്. എല്ലാ ഫോണിലെ പോലെ തന്നെയാണ് ഇതിലും. ബട്ട് ഇതിൻ്റെ OS എന്ന് പറയുന്നത് Android 10 ഓർ Android Q എന്നും പറയും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് ഫോർ Lethologica. ഐ ആം സൈനിങ് ഓഫ്.